കേരളം തമിഴ്നാട് അതിർത്തി ഗ്രാമമായ വാൽപ്പാറയിൽ വീണ്ടും പുലിയിറങ്ങി. വാൽപ്പാറ അണ്ണാനഗറിലെത്തിയ പുലി വളർത്തുനായയെ പിടികൂടി. ഇവിടെ ജനവാസ മേഖലയിൽ പുലിയിറങ്ങുന്നത് പതിവായി മാറിയെന്ന പരാതിയും ഉയരുന്നുണ്ട്. പുലിയുടെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഒന്ന്, ഈ സർക്കാർ എന്ന് പറയുന്നത് ഇതിന് മുൻപത്തെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഈ വന്യജീവി പ്രശ്നം പരിഹരിക്കാത്തതിന് രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയ ആളുകളാണ് ഭരണത്തിലിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ വന്യജീവി ആക്രമണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിൽ വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത്, ജനവാസ മേഖലകളിൽ എത്തുന്നത് തുടർക്കഥയാകുകയാണ്. സാനു, സുജിത്തെ, നമ്മൾ ഈ വാൽപ്പാറയിലെ പുലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസവും നമ്മൾ കൊടുത്തതാണ്. കാരണം ജനവാസ മേഖലയിൽ അടുക്കളയിൽ വരെ, ഒരു വീടിന്റെ അടുക്കളയിൽ വരെ പുലി എത്തുന്ന കാഴ്ചകൾ നമ്മൾ കൊടുത്തതാണ്. ഇപ്പോൾ കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള ഗ്രാമമായിട്ടുള്ള വാൽപ്പാറയിൽ വീണ്ടും ജനവാസ മേഖലയിൽ പുലി എത്തിയതിന്റെ ദൃശ്യങ്ങളാണുള്ളത്. വാൽപ്പാറ അണ്ണാനഗറിൽ പുലി എത്തുകയാണ്. അണ്ണാനഗറിൽ വളർത്തുനായെ പുലി കടിച്ചുകൊണ്ടു പോകുന്ന ദൃശ്യങ്ങളാണ് അവിടുത്തെ ആളുകളൊക്കെ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും ഇതിന് സമാനമായിട്ടുള്ള ഊരുമൂപ്പന്റെ വീട്ടിൽ പോലും പുലി എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഉച്ച സമയത്താണ് അന്ന് പുലി എത്തിയത്. അതിന്റെ വാർത്തകളടക്കം നമ്മൾ കൊടുത്തതാണ്. എന്തായാലും പുലിപ്പേടിയിൽ വാൽപ്പാറയിലെ ജനങ്ങൾ കഴിച്ചു കൂട്ടുകയാണ്. ഇതിനു മുൻപും നിരവധി തവണ പുലിയുടെ ആക്രമണത്തിൽ നിരവധി ആളുകളുടെ ജീവൻ അവിടെ പൊലിഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ സർക്കാരിന്റെ DMK സർക്കാരിന്റെ കാലത്താണേലും സമാനമായിട്ടുള്ള നിലയിലുള്ള പുലിയുടെ ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെ പുലി കടിച്ചുകൊണ്ടുപോയി അവസാനം ആ കുട്ടിയുടെ ശിരസ് മാത്രം, തല മാത്രം കിട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അന്നും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ്. വേണ്ട വിധത്തിൽ വനം വകുപ്പ് ഇടപെടാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അവിടുത്തെ നാട്ടുകാർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. എന്തായാലും വീണ്ടും അണ്ണാനഗറിൽ പുലി എത്തിയിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രജിത്ത്.